ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പനും മക്കളും. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയുടെ കാഴ്ചകളാണ്. ഏകദേശം നമുക്കിപ്പോൾ 6 ചട്ടിയിലായിട്ട് ടെറസിന് മേളിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്കിത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ കായ പിടിച്ച് കട്ടിങ്ങുകൾ നമ്മളെടുത്ത് വെച്ചാണ് ഇതുപോലെ ബാക്കി 5 ചട്ടിയിലൂടെ ഡ്രാഗൺ ഫ്രൂട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഇപ്പം 1 വർഷം കഴിഞ്ഞ് വന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളാണ്. അതിൽ ഇപ്പോൾ ഏകദേശം കായ്കളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഈ വീഡിയോ ഇപ്പം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ, 1 വർഷം കഴിഞ്ഞിട്ട് ഇതിൽ കായകൾ പിടിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് കായകളെ ആദ്യം പിടിച്ചുള്ളൂ. പക്ഷെ അന്നേരമാണ് നമ്മൾ യൂട്യൂബിൽ മറ്റൊരു വീഡിയോ കണ്ടത്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തണ്ടിൻ്റെ അഗ്രം ഇതുപോലെ മുറിച്ച് വിടുവാണെങ്കിൽ പുതിയ പൂക്കൾ ഉണ്ടാകും എന്ന് ഒരു വീഡിയോ കണ്ടു. നമ്മളും അത് പരിശോധിച്ച് നോക്കി. വീഡിയോ കറക്റ്റാണോ, ഇത് ഉണ്ടാകുമോ എന്നൊക്കെ നോക്കി. അപ്പം നമ്മളിത് ചെയ്ത് കണ്ടോ, ഇതിൻ്റെ തണ്ടിൻ്റെ അറ്റം കട്ട് ചെയ്ത് വിട്ടപ്പോൾ ഇതിൽ പുതിയ പൂക്കൾ വന്നു. അതുപോലെ ഇത് കണ്ടോ, ഈ സൈഡ് കട്ട് ചെയ്ത് വിട്ടപ്പോൾ ഇത് 2 പൂക്കൾ വന്നു. അതുപോലെ ഈ അഗ്രത്ത് പൂക്കൾ വന്നു. അതുപോലെ ഇതിനകത്തെല്ലാം അവിടെ ഇവിടങ്ങളായി ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ട ഭാഗങ്ങളിലെല്ലാം ചെറിയ പൂക്കൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് മനസ്സിലാക്കുവാനും നമ്മൾ അത് ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് കാണുവാനും ഇടയായി. അപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുപിടിപ്പിച്ചിട്ട് അതിനകത്ത് കായ്ഫലം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നല്ല കായ്ഫലങ്ങൾ ഉണ്ടാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകത്തക്ക രീതിയിൽ ഷെയർ ചെയ്ത് എത്തിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.